ലൈഫ് ഫീഡ് ഇല്ലാതെ നമുക്ക് മീനുകളെ വളർത്താൻ പറ്റില്ല എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ വളർത്തുന്നത് കൊണ്ട് കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ഗപ്പീസോ അല്ലെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റീസോ മീനുകളോ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരിക്കൽ വാങ്ങിച്ച് വീണ്ടും വീണ്ടും കൾച്ചർ ചെയ്തെടുക്കത്തക്ക രീതിയിലുള്ള ലൈവ് കൾച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പാദന വളരെയധികം കുറഞ്ഞിരിക്കും. അതേസമയം പ്രോട്ടീൻ കണ്ടന്റ് ഫീഡ് കൊടുക്കുന്നതോടൊപ്പം ഒരു നേരം ഈ ഒരു ഫീഡ് കൂടെ കൊടുത്താൽ നമുക്ക് വളരെയധികം റേറ്റ് കുറച്ച് മാർക്കറ്റിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടി റേറ്റ് കുറച്ച് ഉൽപ്പാദനം വളരെ ക്വാളിറ്റിയോടുകൂടി നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. അതുകൂടാതെ ഇത് വളരെയധികം ഹൈലി പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഫീഡാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ലൈഫ് ഫീഡ് ട്രൈ ചെയ്യുന്നതായിരിക്കും ചെറിയ ഫാമുകളും എല്ലാവർക്കും വളരെയധികം ബെറ്റർ. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഹൈടെക് ഫാമുകളിൽ ഇതൊരു മദർ കൾച്ചറായിട്ട് കീപ്പ് ചെയ്യുകയും അതിൽ നിന്നാണ് എന്ത് ചെയ്യുക ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബാക്കി ആദ്യം അവർ കൾച്ചറായിരിക്കും ആദ്യം അവർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ലൈവ് കൾച്ചറിൽ എല്ലാവരും ഈ കൂത്താടിയുടെ ഒരു കഥ പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഈ കൂത്താടി കൾച്ചർ ചെയ്യുന്ന ഒരു പരിപാടിയും ചെയ്യരുത്. അറിയാലോ, വണ്ടി ഇടിച്ച് മരിക്കുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊതു പിടിച്ചിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഡെങ്കി അങ്ങനത്തെ ഇഷ്യൂ. എവിടെയെങ്കിലും കൂത്താടി കാണാമെങ്കിൽ അതിനെ കളക്ട് ചെയ്ത് നമ്മളെ മീനിന് കൊടുക്കുന്നതിനോട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ലാതെ പലരും എന്ത് ചെയ്യുക, പാടത്തുള്ളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് കൊതുവിനെയൊക്കെ ആകർഷിപ്പിച്ച് മുട്ടയിടിപ്പിച്ച് അതിനൊക്കെ ചിലർ വളരെയധികം നല്ല രീതിയിൽ തർക്കിക്കാറുണ്ട്. അയ്യോ അത് പറന്നു പോകുന്നതിന് മുമ്പ് ഞാൻ പിടിക്കും എന്നുള്ളതൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താൽ അവിടെ ഒരു റിസ്ക് ഫാക്ടർ എപ്പോഴും ഉണ്ടാകും. അപ്പം അത് നമുക്കും നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും സമൂഹത്തിനും എല്ലാം ദോഷമുള്ള ഒരു കാര്യമാണ്. ആ ഒരു ഒരുപാടല്ലാതെ അതത്ര വലിയ പ്രോട്ടീൻ കൂടിയ സാധനമാണെന്നുണ്ടെങ്കിൽ പോട്ട് സാരമില്ല. അത്ര വലിയ പ്രോട്ടീൻ കണ്ടന്റ് അല്ല ഈ പറയുന്ന മോസ്കിറ്റോ ലാർവ. സോ എന്ത് ചെയ്യുക, അതിനെ കഴിവതും ഒഴിവാക്കുക. ഇത് മൊയിനിയോ ഡാഫിനിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കൾച്ചേഴ്സ് നിങ്ങളുടെ മദർ കൾച്ചറിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. പിന്നെ ക്രാഷ് ആകുന്ന ഇപ്പം പലരും ചെയ്യുന്ന സമയത്ത് ഈ ലൈവ് കൾച്ചേഴ്സ് ചെയ്യുമ്പോൾ മൊയിനെ തന്നെ നമുക്ക് പറയാം. പലരും ഇപ്പം ഞാൻ തന്നെ മൊയിനെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ക്രാഷ് ആകുന്ന ഒരു പല സിറ്റുവേഷൻസും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. മൊയിനാകുമ്പോൾ ക്രാഷ് ആകും, അത് സ്വാഭാവികമാണ്. എപ്പോഴും നമ്മളൊരു ബാക്കപ്പ് നമ്മൾ കരുതിയിരിക്കുക. ഏത് കൾച്ചർ ചെയ്താലും മീൻസ് ഒരിക്കൽ വാങ്ങിച്ച് വീണ്ടും നമ്മൾ കൾച്ചർ ചെയ്ത് എടുക്കത്തക്ക രീതിയിലുള്ള മൊയിന, ഡാഫ്നിയ, ഗ്രിൻഡൽ വോം, മൈക്രോ വോം, വിനാഗിരിയിൽ ഇപ്പം ഇങ്ങനത്തെ കൾച്ചേഴ്സ് എല്ലാം വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൾച്ചേഴ്സാണ്. ഈ കൾച്ചേഴ്സ് എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഒരു പാത്രത്തിലല്ല ചെയ്യേണ്ട, എപ്പോഴും 1-2 പാത്രത്തിൽ ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ 1-2 മാത്രം ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് കൊളാപ്സ് ആയി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റത് കൊണ്ട് അല്ലെങ്കിൽ അടുത്ത ഒരെണ്ണം കൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റും. നമ്മൾ വീണ്ടും ഇതിനെ അന്വേഷിച്ചിറങ്ങണ്ട എന്നുള്ളൊരു കാര്യം ഏറ്റവും വലിയ ഗുണം അതാണ്. പിന്നെ